പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാം പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളവരെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 40-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു തന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളത് ചെയ്തു തന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ, വാർത്തകൾ കാണുമ്പോൾ ഒത്തിരിയേറെ സങ്കടകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. 59 വയസ്സുള്ള ശശിധരൻ പിള്ള എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഒരു ഹോം നേഴ്സിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. പത്തനംതിട്ടയിലാണ് സംഭവം. നിങ്ങളത് വാർത്തയിൽ കണ്ടു കാണും. അദ്ദേഹത്തിന് അൾഷിമേഴ്സ് എന്ന അസുഖമാണ്, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന അസുഖമാണ്. അദ്ദേഹത്തോട് വളരെ ക്രൂരമായിട്ടാണ് ഹോം നേഴ്സ് പെരുമാറിയത്. അദ്ദേഹത്തെ നഗ്നനായിട്ട് മുറിക്കകത്തുകൂടെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ തല ചുമരിലടിച്ച് ചോര പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള അവിടെ CCTV ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് കാണാൻ സാധിച്ചു. അപ്പോൾ അതേക്കുറിച്ച് ഒത്തിരി വാർത്തകളൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തഞ്ചാവൂർ ജോലി സ്ഥലത്താണ്, അദ്ദേഹത്തിൻ്റെ ഏക മകളാണ്. ആ മകൾ എവിടെയോ വിദേശത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ വളരെ വിശ്വസിച്ചേൽപ്പിച്ചതാണ് ഒരു ഹോം നേഴ്സിനെ. 59 വയസ്സുള്ള ഈ ശശിധരൻ പിള്ളയെക്കുറിച്ച് വായിക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം 35 വർഷം പട്ടാളത്തിൽ BSF-ൽ ജോലി ചെയ്ത ഒരാളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അൾഷിമേഴ്സ് എന്ന രോഗം വന്നു. അത് മറവി രോഗമാണ്, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന രോഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി സ്ഥലത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏക മകളും ദൂരെയായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് ഈ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചു പോയപ്പോൾ ആ ഹോം നേഴ്സ് ക്രൂരമായിട്ട് പെരുമാറി. അദ്ദേഹം പിന്നീട് ആശുപത്രിയിലായിരുന്നു, മരിച്ചുവെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹമുള്ളവരെ, രോഗികളോടും പ്രായമായവരോടുമുള്ള മനോഭാവം, അതിൽ കുറെ കൂടെ കരുണയും സ്നേഹവും കലർത്തണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക: ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവില്ല, മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മളൊക്കെ എടുത്തു നോക്കിയാൽ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, വിതയ്ക്കുന്നതാണ് നമുക്ക് കൊയ്യാൻ സാധിക്കുക. നന്മകൾ വിതച്ചാൽ നമുക്ക് നല്ലത് കൊയ്യാൻ സാധിക്കും. സ്നേഹം വിതച്ചാൽ നമുക്ക് സ്നേഹം കൊയ്യാൻ സാധിക്കും. അതുകൊണ്ട് നന്മ വിതയ്ക്കുന്നവരായി നമ്മൾ മാറണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അപ്പോൾ ഇന്ന് പല കുടുംബങ്ങളിലും മക്കളധികം പേരില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ്, വീട്ടിൽ പ്രായമായവരെ നോക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയുണ്ട്. അവരുടെ ജീവിതം, പലരുടെയും ജീവിതം കടന്നു പോകുന്നത് ഒത്തിരി ഉത്കണ്ഠകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തകർച്ചകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയുമാണ്. ഇവിടെ അവരൊക്കെ സ്നേഹത്തോടെ അവരോട് ഇടപഴകുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കുറച്ച് ദിവസം മുമ്പ് ഒരു ഡോക്ടർ എഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കാനിട വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ പോൾ റസ്കിൻ എന്നാണ്. അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് ഈ വാർദ്ധക്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ, രോഗങ്ങൾ, അവരെ കൈകാര്യം ചെയ്യേണ്ട വിധങ്ങൾ, അതൊക്കെയാണ് അദ്ദേഹം ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത്.
അപ്പോൾ ഈ പ്രൊഫസർ ആ കുട്ടികളോട് പറഞ്ഞ് 6 മാസമായിട്ട് അദ്ദേഹം പരിചരിക്കുന്ന ഒരാളെക്കുറിച്ച് ഈ കുട്ടികളോട് ക്ലാസ് എടുക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ നമ്മൾ ആളുകളെ കൈകാര്യം ചെയ്യണമെന്നുള്ള വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 6 മാസമായിട്ട് പരിചരിക്കുന്ന ആ വ്യക്തിക്ക് ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയുന്നതോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളാണ്. അതോടൊപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ആ ആൾ ഇങ്ങോട്ട് പുലമ്പിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം ആ ആൾക്ക് സ്ഥലത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ യാതൊരു അവബോധവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ പേര് വിളിച്ചാൽ ആൾ എന്നെ വളരെയധികം ശ്രദ്ധിക്കും. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അതിന് പരിശ്രമിക്കുകയില്ല. ഭക്ഷണം സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയില്ല. ഭക്ഷണം ഒരാൾ എടുത്ത് കൊടുക്കണം. സ്വന്തമായിട്ട് കുളിക്കാറില്ല. ആ വ്യക്തിയെ നമ്മൾ കുളിപ്പിക്കണം. സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാറില്ല. വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം ഈ വ്യക്തിക്ക് പല്ലുകളില്ലാത്തതിനാൽ ഭക്ഷണം ചവച്ചരച്ച് തിന്നാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ജ്യൂസ് രൂപത്തിൽ ഭക്ഷണം കൊടുക്കണം. അതോടൊപ്പം ഈ വ്യക്തിയുടെ വായിൽ പല്ലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമിനീരിടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ വസ്ത്രമൊക്കെ അഴുക്കായിരിക്കും. അതോടൊപ്പം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴും അർദ്ധരാത്രിയിൽ ഇടയ്ക്ക് നിലവിളിച്ച് ബഹളമുണ്ടാക്കും. എന്നാൽ സ്നേഹത്തോടെ പെരുമാറിയാൽ പെട്ടെന്ന് ശാന്തമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഡോക്ടർ 6 മാസമായിട്ട് പരിചരിക്കുന്ന ഒരാളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലുള്ള ഒരാളെക്കുറിച്ച് ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരാളെ പരിചരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ പരിചരണത്തിന് ഇങ്ങനെയുള്ള ഒരാളെ ലഭിച്ചാൽ നിങ്ങൾക്കത് സാധിക്കുമോ? അപ്പോൾ ആ കുട്ടികളാരും അതിന് മറുപടി പറഞ്ഞില്ല. എല്ലാവരും മൗനമായിട്ടിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഈ പ്രത്യേകതകളുള്ള ഒരാളെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെയാണ് പരിചരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന നിമിഷം അതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആ ആളെ കാണണോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ആളെ കാണണം. അപ്പോൾ അദ്ദേഹം എടുത്ത് കാണിച്ചത് 6 മാസം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ പുന്നാര മോളുടെ ചിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ കൊച്ചുകുട്ടിക്ക്, ഈ മോളിന് 6 മാസം പ്രായമുള്ള ഈ കുട്ടിക്ക് എല്ലാ പ്രത്യേകതകളുമുണ്ട്. സ്വന്തമായിട്ട് ആ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ മറുപടി ഒന്നും പറയാറില്ല. അതോടൊപ്പം സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാറില്ല. വായിൽ നിന്ന് ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ട്. വസ്ത്രം മോശമാകുന്നുണ്ട്. അതോടൊപ്പം ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ തവണയും. അതോടൊപ്പം കുളിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കൊച്ചുകുട്ടിയെ എല്ലാം ചെയ്യുമ്പോഴും അതൊരു ക്ലേശകരമായ ജോലിയായിട്ട് ആ പിതാവിന് തോന്നുന്നില്ല. എന്നിട്ട് ഈ ഡോക്ടർ ആ കുട്ടികളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ക്ലേശകരമാണെന്ന് നമുക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ സ്നേഹമില്ലാതെ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഒരു പിതാവിന് സ്വന്തം മകളോട്, പുന്നാര മോളോട് സ്നേഹമുള്ളതുകൊണ്ട് ആ കുട്ടിയോട് എന്തുമാത്രം സംസാരിച്ചാലും അവൾ മനസ്സിലാകുന്ന വിധത്തിൽ മറുപടി പറയുന്നില്ലെങ്കിലും അതിൽ അദ്ദേഹത്തിന് മടുപ്പില്ല. ആ കുട്ടിയോട് സ്നേഹമുള്ളതുകൊണ്ട് എത്ര അർദ്ധരാത്രിയിൽ ആ കുട്ടി കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചാലും ആ കുട്ടിയോട് വെറുപ്പ് തോന്നുന്നില്ല. ആ കുട്ടി സ്വന്തം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു കാര്യത്തിലും ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചാലും ആ പിതാവ് ആ കുട്ടി വെറുക്കുന്നില്ല. ആ കുട്ടി സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും ആ കുട്ടിക്ക് ഓരോ സമയം ഭക്ഷണം കൊടുക്കേണ്ടി വന്നാലും പിതാവ് ആ കുട്ടിയെ വെറുക്കുന്നില്ല. ഓരോ ദിവസം ആ കുട്ടിയെ കുളിപ്പിക്കേണ്ടി വരുമ്പോൾ ആ പിതാവ് വെറുക്കുന്നില്ല. അതിന്റെ കാരണം അതിന്റെ പിന്നിൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ഇതാണ്, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നത് നമ്മൾ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ്. നമ്മുടെ വീട്ടിൽ വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്. അവർ ഈ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നു, അത് നമുക്ക് അസഹ്യമായി മാറുന്നുണ്ടെങ്കിൽ
മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് വാർദ്ധക്യത്തിലെത്തിയവരെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ സ്നേഹിക്കുന്നതിലുള്ള കഴിവിലുമാണ് മാറ്റം വരേണ്ടത്. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതാണ് ആ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കണ്ടപ്പോൾ ഈ അൾഷിമേഴ്സ് ബാധിച്ച ആ മനുഷ്യനെ, 59 വയസ്സുള്ള ആ ഒരു പിതാവിനെ അതുപോലെ നഗ്നനായിട്ട് വലിച്ചിഴയ്ക്കുന്നതും ഭിത്തിയിലിടിച്ച് അദ്ദേഹത്തിൻ്റെ തല പൊട്ടിക്കുന്നതും അദ്ദേഹത്തെ ക്രൂരമായി പെരുമാറുകയും കണ്ടപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ അയാൾ നോക്കി മടുത്ത് കാണും, ചിലപ്പോൾ ഓർമ്മയില്ലാതെ പലതും പറയും ചെയ്യും, അങ്ങനെ നോക്കി മടുത്ത് കാണുമെന്ന് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ മടുപ്പുണ്ടാകാം. രോഗികളെ നോക്കുമ്പോൾ, മറവി രോഗം ബാധിച്ചവരെ നോക്കുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയവരെ നോക്കുമ്പോൾ ഒക്കെ നമുക്ക് മടുപ്പുണ്ടാകാം. എന്നാൽ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ വിതയ്ക്കുന്നതാണ് നമുക്ക് കൊയ്യാൻ കഴിയുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ വളർത്താൻ നിങ്ങൾ എന്തുമാത്രം ത്യാഗം അനുഭവിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ എത്രയോ വലിയ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കുറവുകൾ ക്ഷമിക്കാനുമുള്ളൊരു മനസ്സ്, വലിയ മനസ്സ് നമുക്കുണ്ടാകണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 22-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാണ് എല്ലാം സഹിക്കുന്നത്, സ്നേഹമാണ് എല്ലാം ക്ഷമിക്കുന്നത്, സ്നേഹമാണ് എല്ലാം അതിജീവിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം കീഴടക്കിയത് സ്നേഹം കൊണ്ടാണ്. അദ്ദേഹത്തെ ഇത്രമാത്രം ആളുകൾ സ്നേഹിച്ചതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്, ഈശോയിൽ നിന്ന് സ്വീകരിച്ച സ്നേഹമാണ്. നമ്മളോട് ഓരോരുത്തരോടും ഈശോ പറയുന്നതും അതുതന്നെയാണ്, നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. ഇന്നൊരു പക്ഷെ നമുക്ക് ആരോഗ്യമുണ്ടാകാം, ഇന്ന് നമ്മുടെ കയ്യിൽ പണമുണ്ടാകാം, ഇന്ന് നമുക്ക് നല്ല അറിവുകളുണ്ടാകാം, ഇന്ന് നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാം. പക്ഷേ ഈ ഓർമ്മശക്തി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഓർമ്മശക്തിയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ആരോഗ്യമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന സൗന്ദര്യമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, രോഗികളോടും വാർദ്ധക്യത്തിലെത്തിയവരോടും കഷ്ടതകളിലൂടെ കടന്നുപോയവരോടും കരുണയോടെ സ്നേഹത്തോടെ നമ്മൾ പെരുമാറണമെന്ന ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഒത്തിരിയേറെ ആളുകൾ, വാർദ്ധക്യത്തിലെത്തിയവർ ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നോക്കാൻ മക്കളില്ലാത്തത് മൂലം ഒത്തിരി വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ കടന്നു വരുന്ന പ്രത്യേകതകൾ മൂലം മടുപ്പനുഭവപ്പെടുന്ന മക്കളുണ്ട്. ഇവിടെ എല്ലാം കർത്താവിൻ്റെ സ്നേഹം വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം പെട്ടെന്നുള്ള കോപവും പെട്ടെന്നുള്ള ദേഷ്യവും ഒക്കെ വലിയ ആക്രമണങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമുക്കിന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള വാർദ്ധക്യത്തിലെത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരും കൂടെയില്ലാത്തവർ, ആരും നോക്കാനില്ലാത്തവർ, മറവി രോഗം വന്നവർ, ഓർമ്മ നഷ്ടപ്പെട്ടു പോയവർ, എപ്പോഴും വിറയൽ വന്നിട്ടുള്ളവർ, ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർ, സ്വന്തമായിട്ട് നടക്കാനും ഓടാനും കഴിയാത്തവർ, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തീരാ രോഗികളായിട്ടുള്ള മക്കളെ നോക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ളവരോടൊക്കെ കരുണ കാണിക്കാനും സ്നേഹം കാണിക്കാനും സ്നേഹം നിറഞ്ഞൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞൊരു ഹൃദയം, കരുണ നിറഞ്ഞൊരു ഹൃദയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾ വിതയ്ക്കുന്നതാണ് കൊയ്യുവാൻ കഴിയുന്നതെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന
ഞങ്ങളെ പഠിപ്പിക്കുന്ന നല്ല ദൈവമേ, നല്ല ദൈവമേ, നല്ലത് വിതയ്ക്കാൻ, നല്ലത് വിതയ്ക്കാൻ, നന്മ വിതയ്ക്കാൻ, നന്മ വിതയ്ക്കാൻ, സ്നേഹം വിതയ്ക്കാൻ സ്നേഹം വിതയ്ക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ ലോകത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ രോഗികളെയും, എല്ലാ രോഗികളെയും, തളർന്നു പോയവരെയും, തളർന്നുപോയവരെയും, വാർദ്ധക്യത്തിലെത്തിയവരെയും വാർദ്ധക്യത്തിലെത്തിയവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ സ്നേഹത്തോടെ അവരോട് ഇടപഴകുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. മടുപ്പ് തോന്നാതെ സ്നേഹിക്കുവാൻ ഒരു പിതാവ് മകളെ മടുപ്പ് തോന്നാതെ സ്നേഹിക്കുന്നത് പോലെ ഒരമ്മ കുഞ്ഞിനെ മടുപ്പ് തോന്നാതെ ശുശ്രൂഷിക്കുന്നത് പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള സ്നേഹം നൽകണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലെത്തിയവരുടെ കണ്ണീര് വീണ് നശിച്ചു പോകുവാൻ ഒരു കുടുംബത്തെയും അനുവദിക്കരുതേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ ആരാധന, ആരാധന, മഹത്വം, മഹത്വം. ഈശോയെ അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ, ഈശോയെ, ഈശോയെ. എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിക്കണം. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കണം. പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ശക്തമായി കരമടിച്ചുകൊണ്ട്, കരം ഉയർത്തി അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരം ഉയർത്തി അടിച്ച് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ വീതിയൊരു കാറ്റായി വീശിയടിച്ചതുപോ നീ നിൻ ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. നീ നിൻ ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. കൃപയാ വരണേ. പറന്നിറങ്ങണമേ. കൃപയാ വരണേ. കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിട്ടിക്കൊണ്ട് സന്തോഷത്തോടെ സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം,
അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ഹല്ലേലൂയ. മക്കളെ അനുഗ്രഹിക്കണം. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത് ഈശോയെ. ഒരു കുടുംബത്തെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത് ഈശോയെ. എല്ലാവരും അനുഗ്രഹിക്കണം. ഈശോയെ സുഖപ്പെടുത്തണമേ. ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ കൃപ നിറയ്ക്കണം. ഈശോയെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം കർത്താവേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം കർത്താവേ. ഈശോ എല്ലാ മഹത്വം ഈശോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജഡിക പാപങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് നമുക്കിരുന്ന ഈശോ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഈശോ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, എൻ്റെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കിണർ കുത്തിയിട്ടും വെള്ളം കിട്ടാത്ത ഒരു കുടുംബം കിണറിൽ എന്തോ പണികൾ ചെയ്യുന്നുണ്ട്. അവർ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ വെള്ളം ലഭിക്കുവാനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. മക്കളുടെ തുടർ പഠനങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷനിൽ ഒക്കെ ആയിരുന്ന 13ഓളം പേർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വഴി ഈശോ തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വീട്ടിൽ നിന്നും മരിച്ചു പോയിട്ടുള്ളവരെ കുറിച്ചുള്ള ഓർമ്മയും വേദനയും വിട്ടുപോകാത്ത 24ഓളം പേരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫൈബ്രോയിഡ്, സിസ്റ്റർ, പീരീഡ്സിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അലട്ടുന്ന 7 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഏറെ സമയം നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള നടുവേദനയുള്ള 9ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ജീവിതവും കുടുംബവും വലിയ പ്രതിസന്ധിയുടെ വക്കിലാണ്, തകർച്ചയുടെ വക്കിലാണ്. എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയത്തില്ല. അങ്ങനെയുള്ള 34ഓളം കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആൺകുട്ടിക്ക് സെമിനാരിയിൽ ചേർന്ന് പഠിക്കുവാനുള്ള ദൈവവിളിയെ കുറിച്ചുള്ള ഉറച്ച തീരുമാനം എടുക്കുവാനുള്ള കൃപ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി ബ്ലാഡറിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ അസ്വസ്ഥത, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രിയിൽ ഉറക്കം കിട്ടാത്ത 12ഓളം പേരെ കർത്താവ് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് എന്തോ അസുഖം, രോഗമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നു.
ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന 63 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ. ഹല്ലേലൂയ. ഹാലേലുയ. ഹല്ലേലൂയ. ഹാലേലുയ. ഹല്ലേലൂയ. മാംസാഹാരം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന 3 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ. ഹല്ലേലൂയ. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വാർദ്ധക്യത്തിലെ എത്തിയവരെ ശുശ്രൂഷിച്ച് മടുപ്പ് അനുഭവപ്പെട്ടിരുന്ന 21ഓളം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അതിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ. ഹല്ലേലൂയ. കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചുമക്കുക, ഇങ്ങനെ കണ്ണ് സംബന്ധമായ അസുഖങ്ങളുള്ള 3 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ. ഹല്ലേലൂയ. ഹാലേലുയ. ഹല്ലേലൂയ. ഹാലേലുയ. ഹല്ലേലൂയ. കുടുംബ സമാധാനം നൽകി 9 കുടുംബങ്ങൾ ഈശോ അനുഗ്രഹിക്കുന്നു. ഹാലേലുയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു സാക്ഷ്യം. സജി നെല്ലിപ്പോയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂത്ത മകന് MBBS പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ മിഖായിലോടും വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥത്തിൽ പിതാവായ ദൈവത്തിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണം, കർത്താവെ അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ ആരാധന, ആരാധന, മഹത്വം, മഹത്വം കർത്താവ്. ഈശോയെ നന്ദി, ഈശോയെ ഓടിക്കൊണ്ടിരുന്ന
പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കുപറ്റി ചികിത്സയിലായിരിക്കുന്ന ഒരാൾക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാൽമുട്ടുകൾക്ക് ശക്തമായിട്ടുള്ള വേദനയുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കുറച്ച് നാളുകളായിട്ട് കഴുത്തിൽ ശക്തമായിട്ട് സ്റ്റിഫ്നെസ്, തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.